സുഗമാദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ ദേവികയാണെങ്കിൽ ആ ഒരു പ്ലാന്റിന് സാങ്ഷൻ കൊടുത്തതിന് ശേഷം ആകെ മാനസിക സമ്മർദ്ദത്തിലാണ്. ഗിരീഷൻ വന്നിട്ടും ദേവികയോട് വളരെ മോശമായി തന്നെയാണ് സംസാരിക്കുന്നത്. ഗിരീഷിന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു നീക്കമാണ് ദേവിക നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗിരീഷിന് ഉറപ്പുണ്ട് ഇത് മറ്റാരുടെയോ സമ്മർദ്ദം കൊണ്ടാണ് ദേവിക ചെയ്തേക്കണമെന്ന്. എന്നാലും ദേവികയോട് ചോദിച്ചിട്ട് ദേവിക അതിന് മറുപടി ഒന്നും പറയണില്ല. പിന്നീട് മുരളിയും ദേവികയും കൂടി മീറ്റിങ്ങിന് പോകാൻ നിൽക്കുമ്പം ദേവിക പറയുന്നുണ്ട്, എനിക്ക് എങ്ങോട്ടും പോകണ്ട, മുരളിയേട്ടൻ വേണി വീട്ടിൽ പോയിക്കോ. അപ്പോൾ ദേവിക ഇതെവിടെ പോകാമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എങ്ങോട്ടെങ്കിലും പോകട്ടെ, എനിക്കൊരു മനസ്സമാധാനമില്ല, ഞാൻ ഇതൊന്നും വിചാരിച്ചല്ല രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത്, ഒരു അഴിമതി നടത്താതെ ഇരിക്കണമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ എന്നെ വിശ്വസിച്ച ജനങ്ങളെ ശരിക്കും ഞാൻ വഞ്ചിക്കുകയല്ലേ മുരളിയേട്ട ചെയ്ത്. ആ സമയം മുരളി പറയുന്നുണ്ട്, സംഭവിക്കാനുള്ളത് സംഭവിച്ചു, ഇനി നീ അതോർത്ത് ടെൻഷനാവാണ്ട് വണ്ടിയിലോട്ട് കയറി, നമുക്ക് മീറ്റിങ്ങിന് പോകാമെന്ന്. ആ സമയം നമ്മളുടെ ദേവികയുടെ ഫോണിലേക്കാണെങ്കിൽ ഇങ്ങനെ കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ദേവികയാണെങ്കിൽ ഒരു കോൾ അറ്റൻഡ് ചെയ്യാണ്ടാവുമ്പോൾ മുരളി പറയുന്നുണ്ട്, ദേവിക ഫോൺ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ അവരിപ്പോൾ തന്നെ എന്നെ വിളിക്കുമെന്ന്. അതേസമയം തന്നെ പാർട്ടിയിലെ ഒരാൾ മുരളിയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. എന്നിട്ട് മേഡം എവിടെയെന്ന് ചോദിക്കുമ്പം മേഡം ഒരു മീറ്റിങ്ങിലാണ്, കുറച്ച് സമയം കഴിയുമ്പോൾ ഞങ്ങളങ്ങോട്ട് വരും, അതുവരെ വെയിറ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. പിന്നീട് ദേവികയോട് പറയുന്നുണ്ട്, ഇങ്ങനെ ഒളിച്ചോടിയിട്ടൊന്നും കാര്യമില്ല, എന്തായാലും ദേവിക വാ, നമുക്ക് നേരെ ഓഫീസിലേക്ക് പോവാം, മീറ്റിംഗൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇന്നത്തെ മീറ്റിങ്ങൊക്കെ നമുക്ക് ക്യാൻസൽ ചെയ്യാം, അതൊന്നും കുഴപ്പമില്ല, ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ ദേവിക എന്നും പറഞ്ഞുകൊണ്ട് മുരളി ദേവികയെ സമാധാനിപ്പിച്ച് കൊണ്ടുപോകുന്നുണ്ട്. ഇതേ സമയം നമ്മളുടെ ഇസബല്ലയാണെങ്കിൽ കെ നായരോട് പറയുന്നുണ്ട്, സാർ ഉദ്ദേശിച്ചതുപോലെയുള്ള കാര്യങ്ങൾ ഞാൻ നടത്തി തന്നിട്ടുണ്ട്, ഇനി സാറിന് എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി, MLA കൊണ്ട് സമ്മതിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ആ സമയത്ത് ഈ കെ നായർ ചോദിക്കുന്നുണ്ട്, അതെങ്ങനെയാണ് ഇസബല്ല വിചാരിച്ച ഇതൊക്കെ നടക്കണേ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പം അതൊന്നും ഇപ്പോൾ സാർ അറിയണ്ട, സാറിന് കാര്യം നടന്നാൽ പോരെ, ഞാൻ ചോദിക്കുന്ന പൈസ എനിക്ക് കിട്ടണം, പൈസ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് കാര്യമാണെങ്കിലും MLA കൊണ്ട് ഞാൻ നടത്തി തരാമെന്ന്. ആ സമയം കെ നായർക്ക് ഈ ഇസബല്ലയുടെ സംസാരത്തിൽ നിന്ന് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് പോലെ ഇസബല്ല പറയുന്നുണ്ട്, സാറ് സംശയിക്കുകയൊന്നും വേണ്ട, ഏത് രീതിയിലാണ് ഇത് നടത്തണമെന്നും ആലോചിക്കേണ്ട, കാര്യം നടന്നാൽ പോരെ സാറിന്, എനിക്ക് ക്യാഷും കിട്ടണം, സാറിന് കാര്യവും നടക്കണം, അപ്പോൾ നമ്മളുടെ രണ്ടുപേരുടെയും കാര്യങ്ങൾ നടക്കും, അതുകൊണ്ട് എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് പറയാൻ മടിക്കണ്ടാന്ന്. ഇതേ സമയം നമ്മളുടെ സിദ്ധാർത്ഥനാണെങ്കിൽ ആകെ ദേഷ്യത്തിലാണ്. പ്രഭാവതിയോട് പറയുന്നുണ്ട്, എന്നാലും ദേവിക ഇതുപോലൊരു ചതി ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, ഞാൻ ഇന്ന് വരെ ആദർശം വിട്ട് ഒരു കാര്യവും ചെയ്തിട്ടില്ല, അതുപോലെ തന്നെ എൻ്റെ മോളും ആദർശത്തിന് വേണ്ടി നിൽക്കുക ഞാൻ വിചാരിച്ചത്, ഇതിപ്പോൾ ആദർശത്തിനെതിരായിട്ടാണ് ദേവിക ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇനി ദേവിക എന്തൊക്കെ ചെയ്യുമെന്ന് കണ്ടറിയണമെന്ന് പറയുമ്പം പ്രഭാവതി പറയുന്നുണ്ട്, ഈ ഒരു പ്രാവശ്യത്തേക്കല്ലേ ദേവികയ്ക്ക് തെറ്റ് പറ്റിയത്, ഇനി അങ്ങനെയൊന്നും സംഭവിക്കില്ല സിദ്ധു, ഈ ഒരു ഒറ്റ തവണത്തേക്ക് ദേവികയോട് സിദ്ധു ഒന്ന് ക്ഷമിക്കണം. ആ സമയത്ത് സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, അതൊരിക്കലും സാധ്യമല്ല, ഞാൻ ആദ്യം തന്നെ പറഞ്ഞതാ ആ പ്ലാന്റിന് അനുമതി കൊടുക്കരുതെന്ന്, അതുമാത്രമല്ല അതിനെക്കുറിച്ച് എന്തെങ്കിലും പേപ്പറുകൾ ഒപ്പിടാൻ വന്നിട്ടുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാതെ ഒപ്പിടരുതെന്നും പറഞ്ഞിരുന്നതാ, എന്നിട്ട് അവൾ എന്നോടൊരു വാക്ക് പോലും ചോദിക്കാതെ ഈ ചതി ചെയ്തത്, അതെനിക്ക് ഒരിക്കലും പൊറുക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. ഈ സമയത്ത് പ്രഭാവതിയാണെങ്കിൽ ആകെ ധർമ്മസങ്കടത്തിലാവുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നന്ദൻ വൈകിട്ട് പറഞ്ഞ സമയത്ത് ദേവികയാണെങ്കിൽ ഇങ്ങനെ ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. അന്നേരം നന്ദൻ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി ദേവി എന്ന് ചോദിക്കുമ്പം ഇനി ഇതിൽ കൂടുതൽ എന്തെന്നാണ് എനിക്ക് പറ്റാനുള്ളത്, ഇപ്പം തന്നെ ജനങ്ങളുടെയും അച്ഛൻ്റെയും മുമ്പിൽ ഞാൻ കൊള്ളരുതാത്തവളായില്ലേ, എന്തായാലും ജനങ്ങൾ എന്നെ ജയിപ്പിച്ചു വിട്ടത് അവർക്ക് നന്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഇപ്പം ഞാൻ ചെയ്തത് അവർക്ക് ഏറ്റവും വലിയ ദ്രോഹം വരുന്ന കാര്യം, അതുമാത്രമല്ല അച്ഛനെ വരെ ഞാൻ ചതിക്കുമല്ലായിരുന്നു. ആ സമയത്ത് നന്ദൻ പറയുന്നുണ്ട്, ദേവി എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി, എന്തായാലും ഒരു പ്രാവശ്യത്തേക്കല്ലേ, ദേവി എന്നോട് ക്ഷമിക്കുന്നു പറഞ്ഞുകൊണ്ട് നന്ദനാണ് ഈ ദേവികയുടെ മുമ്പിൽ ഇങ്ങനെ കൈകൂപ്പി നിൽക്കുന്നുണ്ട്. ആ സമയത്ത് ദേവിക പറയുന്നുണ്ട്, എന്താ നന്ദു ഇത്, എന്നോട് നന്ദു ക്ഷമ പറയേണ്ട കാര്യമൊന്നുമില്ല, നന്ദുവിൻ്റെ അത്യാവശ്യം കൊണ്ടല്ലേ നന്ദു എന്നോട് അങ്ങനെ ആവശ്യപ്പെട്ടത്, പക്ഷേ നന്ദു ആവശ്യപ്പെട്ടാലും ഞാനത് ചെയ്യാൻ പാടില്ലായിരുന്നു, ഞാൻ എൻ്റെ വിലയും നിലയും നോക്കണമായിരുന്നു, ജനങ്ങളല്ലേ എന്നെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചത്, അപ്പോൾ അവരുടെ നന്മയ്ക്ക് വേണ്ടിയല്ലായിരുന്നു ഞാൻ പ്രവർത്തിക്കേണ്ടത്, ഇതിപ്പോൾ നന്ദുവിൻ്റെ അമ്മയുടെയും വാക്ക് കേട്ട് പ്രവർത്തിച്ചാൽ ഞാനല്ലേ തെറ്റുകാരിയെന്ന്. അത് കേട്ടതും പ്രഭാവതിക്കും ആകെ കുറ്റബോധമാവുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഗിരീഷിനെയാണ്. ഗിരീഷിനാണെങ്കിൽ വീട്ടിൽ ചെന്നതും ആകെ ഇങ്ങനെ ടെൻഷനായിട്ടിരിക്കുമ്പോൾ രജനി ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി ഗിരി പതിവില്ലാതെ ഇന്ന് ഭയങ്കര ടെൻഷനിലാണല്ലോ എന്ന് പറയുമ്പം പതിവില്ലാത്തതൊക്കെയല്ലേ രജനി നമുക്ക് ചുറ്റും സംഭവിക്കുന്നത്, നീ അറിഞ്ഞില്ലേ ആ കെ നായർ അന്ന് നമുക്ക് കൈക്കൂലിയായിട്ട് വന്നില്ലേ, ഒരു കൈക്കൂലി ഇല്ലാതെ ദേവിക അയാളുടെ പ്ലാന്റിന് സാങ്ഷൻ കൊടുത്തു. ആ സമയത്ത് രജനി പറയുന്നുണ്ട്, അതിന് ദേവിക സാങ്ഷൻ കൊടുക്കൂല എന്നാണല്ലോ പറഞ്ഞിരുന്നത്, അതുപോലെ തന്നെ അച്ഛനും അതിനെ എതിർത്തുകൊണ്ടിരുന്നതാണല്ലോ, പിന്നെന്താ പെട്ടെന്ന് അങ്ങനെ കൊടുക്കാൻ കാരണം എന്ന് വയ്ക്കുമ്പം ഈ ഗിരി പറയുന്നുണ്ട്, ആരോ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട്, അത് പുറത്തുനിന്നുള്ളവരൊന്നും അല്ല, വീട്ടിൽ തന്നെ ഉള്ളവരായിരിക്കും,
ആ സമയത്ത് ഗിരിയുടെ അമ്മ പറയുന്നുണ്ട് ചിലപ്പോൾ നന്ദൻ്റെ സമ്മർദ്ദത്തിനായിരിക്കും ദേവിക അങ്ങനെ ഒപ്പിട്ട് കൊടുത്തതെന്ന് പറയുമ്പോൾ രജനി പറയുന്നുണ്ട് ഇല്ല, നന്ദു ഒന്നും ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. നന്ദൻ ഒരിക്കലും അങ്ങനെ അഴിമതിക്ക് കൂട്ടു നിൽക്കണവനും അല്ല. ഇത് വേറെ എന്തോ കാര്യമാണ്. ദേവികയെ ആരെങ്കിലും പ്രലോഭിപ്പിച്ചിട്ടുണ്ടാവും, വലിയ പൈസയും കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അവൾ ആദർശമൊക്കെ മറന്ന് ഒപ്പിട്ട് കൊടുത്തതായിരിക്കും. ആ സമയം ഗിരി പറയുന്നുണ്ട് ഇല്ല, ദേവിക അങ്ങനെ ചെയ്യുന്നൊരു കുട്ടിയല്ല. ആ കാര്യത്തിൽ എനിക്ക് 100% ഉറപ്പുണ്ട്. ഈ കഴിഞ്ഞ ദിവസം പോലും ദേവിക എന്നോട് പറഞ്ഞത് ആ പ്ലാന്റിന് ഒരിക്കലും അനുമതി കൊടുക്കില്ല എന്ന് തന്നെയാണ്. പിന്നെ പെട്ടെന്ന് ആ അഭിപ്രായം മാറ്റി ആ പ്ലാന്റിന് അനുമതി കൊടുക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ തക്കതായ കാരണമുണ്ട്. ഒരു കാരണമില്ലാതെ ദേവിക അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന്. ആ സമയത്ത് രജനി പറയുന്നുണ്ട് എന്ത് കാരണമാണെങ്കിലും അവൾക്കത് അച്ഛനോട് പറയായിരുന്നല്ലോ. അവളെ സ്ഥാനാർത്ഥിയാക്കിയതും അവളെ ജയിപ്പിക്കാൻ വേണ്ടി കൂടെ നിന്നതും അച്ഛനല്ലേ. അന്ന് ഞങ്ങളുടെ അമ്മയ്ക്ക് അച്ഛനായിട്ട് ഒരു സപ്പോർട്ടും ചെയ്തില്ല, എല്ലാ സപ്പോർട്ടും ദേവികയ്ക്കായിരുന്നു. എന്നിട്ട് ആ അച്ഛനോട് പോലും ഒരു വാക്ക് ചോദിക്കാതെ അവളത് ചെയ്തെങ്കിൽ അവളുടെ അഹങ്കാരം കൊണ്ടല്ലേന്ന്. ആ സമയത്ത് ഗിരി പറയുന്നുണ്ട് നീ കാര്യം അറിയാതെ ഇങ്ങനെ ഇത് പറയില്ലേ രജനി, എന്തായാലും ഇതിൻ്റെ പിന്നിലുള്ള സത്യം ഞാൻ കണ്ടെത്തും, അത് ഞാൻ ദേവികയെ കൊണ്ട് തന്നെ പറയിപ്പിക്കുമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദേവിക ഇങ്ങനെ ഓഫീസിലിരിക്കുകയാണ്. ആ സമയത്ത് ദേവികയുടെ അസിസ്റ്റൻറ്റ് വന്നിട്ട് ദേവികയോട് പറയുന്നുണ്ട് മാഡം കാണാൻ ഒരാൾ വന്നിട്ടുണ്ടെന്ന്. ആ സമയത്ത് ദേവിക ആരെങ്കിലും ഇതിനെക്കുറിച്ച് ചോദിക്കാൻ വരുന്നതാണെന്ന് വിചാരിച്ച് എനിക്കിപ്പോൾ ആരെയും കാണാൻ താല്പര്യമില്ല, പിന്നീട് വരാൻ പറയാമെന്ന് പറയുന്നു. ഈ സമയം പുറത്ത് വന്ന് നിൽക്കുന്നത് സിദ്ധാർത്ഥനാണെന്ന് ദേവികയ്ക്ക് അറിയില്ല. ദേവികയുടെ സംസാരം കേട്ടതും സിദ്ധാർത്ഥൻ വന്നിട്ട് പറയുന്നുണ്ട് അതെങ്ങനെ ശരിയാവും, MLAയുടെ ഇഷ്ടത്തിനല്ലല്ലോ ആളുകൾ കാണാൻ വരുന്നത്. അപ്പോൾ അച്ഛനാണോ, അച്ഛനാണെന്ന് ഞാൻ അറിഞ്ഞില്ല അച്ഛാന്ന് പറയുമ്പോൾ അച്ഛനോ, ആരുടെ അച്ഛൻ, ഞാനും നീയും തമ്മിലിനി അങ്ങനെ ഒരു ബന്ധമൊന്നുമില്ല. അതുമാത്രമല്ല അഴിമതി നടത്തുന്ന രാഷ്ട്രീയക്കാരെ എനിക്കിഷ്ടവുമല്ല, അങ്ങനെയുള്ളവരായിട്ട് എനിക്കൊരു സഹവാസവുമില്ല. എന്തായാലും ഈ പ്ലാന്റിൻ്റെ അനുമതി എത്രയും പെട്ടെന്ന് റദ്ദ് ചെയ്യണമെന്ന് പറയുന്നു. ആ സമയത്ത് ദേവിക പറയുന്നുണ്ട് അതെങ്ങനെയാണ് ഞാൻ ഇനി റദ്ദ് ചെയ്യുക, ഞാനത് ഒപ്പിട്ട് കൊടുത്തു പോയില്ലേ എന്ന് പറയുമ്പം അതൊന്നും എനിക്കറിയണ്ട, ജനങ്ങൾക്ക് ദ്രോഹം വരുന്ന ഒരു കാര്യവും ഞാൻ സമ്മതിച്ചു തരില്ല. ആ പ്ലാന്റ് അവിടെ പ്രവർത്തനം തുടങ്ങാൻ പാടില്ല, എത്രയും പെട്ടെന്ന് അത് തടയണമെന്ന്. അത് കേട്ടതും ദേവിക ചോദിക്കുന്നുണ്ട് അതെങ്ങനെയാ വെച്ചാൽ ഞാനതിന് അനുമതി കൊടുത്തു പോയില്ലേ എന്ന്. ആ സമയം സിദ്ധാർത്ഥൻ പറയുന്നുണ്ട് അതെങ്ങനെയാണെന്നൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല, എന്തായാലും ഗിരീശൻ അടങ്ങിയിരിക്കുമെന്നൊന്നും വിചാരിക്കേണ്ട. ഗിരീശൻ ഇപ്പോൾ തന്നെ സമരത്തിന് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി. നേരത്തെ തന്നെ ഗിരീശൻ അതിനെ ശക്തമായി എതിർത്തതാണ്. അന്ന് KK നായർ ലക്ഷങ്ങളുമായിട്ടാണ് ഗിരീഷിൻ്റെ വീട്ടിലേക്ക് ചെന്നത് ഗിരീഷിനെ വശത്താക്കാൻ. പക്ഷേ ഗിരീഷിന് അതൊന്നും കണ്ട് കുലുങ്ങിയില്ല. പക്ഷേ ഇവിടെ ഇപ്പം അങ്ങനെയല്ല സംഭവിച്ചേക്കണേ, ആരുടെയോ സമ്മർദ്ദത്തിന് വഴങ്ങി ചെയ്യാൻ പറ്റാത്തൊരു കാര്യം നീ ചെയ്തേക്കണേന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ശാരികേനെയാണ്. ശാരികയോട് ഇങ്ങനെ ആരോ പറയുന്നുണ്ട് നിൻ്റെ ചേച്ചി ഒരു പ്ലാന്റിന് അനുമതി കൊടുത്തു. ആ സമയം ശാരികയ്ക്ക് അത് കേട്ടിട്ട് ദേഷ്യം വരുന്നുണ്ട്, ചേച്ചി എന്താ ഇങ്ങനെ ആയിപ്പോയാൽ. അങ്ങനെ ശാരികയാണെങ്കിൽ ദേവികയെ കാണാൻ വരുന്നുണ്ട്. ദേവികയെ കണ്ടിട്ട് ചോദിക്കുന്നുണ്ട് ചേച്ചി വലിയ ആദർശവതിയൊക്കെ ആയിരുന്നല്ലോ, ഇപ്പോൾ ജനങ്ങൾക്ക് ദോഷം വരുന്ന ഒരു പ്ലാന്റിന് അനുമതി കൊടുക്കാൻ ചേച്ചിക്ക് എങ്ങനെ തോന്നിയെന്ന്. ആ സമയത്ത് ദേവിക പറയുന്നുണ്ട് അത് ശാരി നീ ഉദ്ദേശിക്കുന്നത് പോലെയല്ല, എനിക്ക് കുറച്ച് പ്രഷർ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാനങ്ങനെ ചെയ്തതെന്ന് പറയുമ്പം എന്ത് പ്രഷർ ഉണ്ടായാലും ചേച്ചിയെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചത് ജനങ്ങളല്ലേ, അപ്പോൾ ആ ജനങ്ങളുടെ നന്മയ്ക്കല്ലേ ചേച്ചി നിൽക്കേണ്ടിയിരുന്നത്. ഇതിപ്പോൾ മറ്റുള്ളവരെ ഉപദേശിക്കാനൊക്കെ ചേച്ചിക്ക് നല്ലോണം അറിയാം. എന്നിട്ട് ചേച്ചി ചെയ്യുന്ന പ്രവൃത്തി എന്താ, ഉപദേശം പോലെ അല്ലല്ലോ ചേച്ചിയുടെ പ്രവൃത്തികളൊന്നും, അതിന് എങ്ങനെയാണ് ചേച്ചി ന്യായീകരിക്കുന്നത്. ആ സമയത്ത് ദേവിക പറയുന്നുണ്ട് എനിക്ക് അങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയി, ആര് സമ്മർദ്ദം ചെലുത്തിയാലും ഞാനതിന് നിൽക്കരുതായിരുന്നു, ഒരിക്കലും ഞാനതിന് അനുമതി കൊടുക്കണ്ടായിരുന്നു, ഇനിയിപ്പോൾ എന്തൊക്കെ സംഭവിക്കുമെന്ന് ഭഗവാന് മാത്രമേ അറിയുള്ളൂ എന്ന് പറയുമ്പം ശാരിക പറയുന്നുണ്ട് എന്തായാലും ഗിരീഷേട്ടനും ഞങ്ങളും എല്ലാവരും ആ പ്ലാന്റിനെ എതിർത്ത് സമരത്തിനിറങ്ങും, അതോടുകൂടി ചേച്ചിയുടെ ഇമേജും പോവും, പിന്നെ ചേച്ചി MLA ആയിട്ടിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന്. പിന്നീട് ഗിരീഷിനാണെങ്കിൽ എല്ലാ ആളുകളെയും കൂട്ടി സമരത്തിന് പോകാനുള്ള തയ്യാറെടുപ്പൊക്കെ നടത്തുന്നുണ്ട്. ഈ സമയത്ത് KK നായർ എങ്ങനെയോ വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഇസബല്ലയെ വിളിക്കുന്നുണ്ട്. ഇസബല്ലയെ വിളിച്ചിട്ട് ഇസബല്ല വേറൊരു പ്രശ്നമുണ്ട്, ആ ഗിരീഷ മാസ്റ്ററില്ലേ അയാൾ സമരത്തിനായിട്ട് വരാനൊരുങ്ങുന്നുണ്ട്, എന്തായാലും അയാളെ തടയാൻ ഇസബല്ലയ്ക്ക് കഴിയില്ല എന്ന് ചോദിക്കുമ്പോൾ ഇസബല്ല ചോദിക്കുന്നുണ്ട് അതെങ്ങനെയാണ്, ഞാനെങ്ങനെയാണ് ഗിരീഷിനെ തടയണേന്ന് ചോദിക്കുമ്പോൾ ഗിരീഷൻ വിവാഹം കഴിച്ചിരിക്കുന്നത് സിദ്ധാർത്ഥൻ ചന്ദ്രോത്തിൻ്റെ മകളെ, അതുകൊണ്ട് തന്നെ ആ ദേവികയെ സ്വാധീനിച്ചതുപോലെ അയാളെയും സ്വാധീനിക്കാൻ പറ്റില്ല എന്ന് ചോദിക്കുന്നു. ആ സമയത്ത് ഇസബല്ല പറയുന്നുണ്ട് ഞാനിപ്പോൾ ഒരു കാര്യം സാറിന് നടത്തി തന്നിട്ടുണ്ട്, ഇനി എല്ലാ കാര്യവും എന്നോട് ആവശ്യപ്പെടരുത്, എന്തായാലും ഞാനൊന്ന് ശ്രമിച്ച് നോക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഇസബല്ലയാണ് ഈ പ്രഭാവതിക്ക് വിളിക്കുന്നുണ്ട്. പ്രഭാവതി ഫോൺ എടുത്തതും എന്താ ഇസബല്ല എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആൻറ്റിയോടൊരു കാര്യം പറഞ്ഞാൽ ആൻറ്റി അതിന് എതിര് പറയരുത്, എന്താ മോളെ എന്താണെങ്കിലും പറ, മോള് ഞങ്ങൾക്ക് ഒരുപാട് സഹായം ചെയ്ത് തന്നേക്കണേ, അതുകൊണ്ട് മോൾ എന്ത് പറഞ്ഞാലും ഞാനത്
നടത്തി തരുമെന്ന് പറയുന്നു. ആ സമയത്ത് ഇസബെല്ല പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ആൻറ്റി ആ ഗിരീശ മാഷിനോട് ഈ സമരത്തിൽ നിന്നും പിന്മാറാൻ പറയണം. അത് കേട്ടതും പ്രഭാവതി പറയുന്നുണ്ട്, അതൊരിക്കലും നടക്കില്ല മോളെ. ഇനിയിപ്പോൾ ആര് ചെന്ന് പറഞ്ഞാലും ഗിരീഷിനെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ പറ്റില്ല. ഗിരീഷൻ ഒരു കാര്യം തീരുമാനിച്ചാൽ അതിൽ ഉറച്ചു നിൽക്കുന്നവനാ. അതിനിപ്പോൾ രജനി പറഞ്ഞാൽ പോലും അവൻ അതിൽ നിന്ന് പിന്മാറില്ല. അതുകൊണ്ട് ആ കേസ് നടക്കൂല. വേറെ എന്തെങ്കിലും ആണെങ്കിൽ മോള് പറയാമെന്ന്. ആ സമയം ഇസബെല്ല പറയുന്നുണ്ട്, എനിക്ക് വേറെ ഒന്നും പറയാനില്ല ആൻറ്റീനോട്, എനിക്ക് ഈ ഒരു കാര്യമേ പറയാനുള്ളൂ. അത് കേട്ടതും പ്രഭാവതിയാണെങ്കിൽ ഗിരീഷിനോട് ഇങ്ങനെ ഒരു കാര്യം എങ്ങനെ പറയും എന്നുള്ള പേടിയിൽ ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു സീനിലാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.